നായെ കുളിപ്പിച്ച് ഹാളിന്റെ നടുവിൽ ഇരുത്തിയതുപോലെ വൃത്തികെട്ട രീതിയിൽ കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? രാത്രി മുഴുവൻ കൂർക്കം വലിച്ച് എന്റെ ഉറക്കം കളഞ്ഞു. ഇപ്പൊ ഭഗവാസുരന്റെ സഹോദരിയെ പോലെ തിന്നോണ്ടിരിക്കുക. നാട്ടിലെ കണ്ണ്, വീട്ടിലെ കണ്ണ്, ഈ ഗുണ്ടിന്റെ കണ്ണ് എല്ലാം പോണേ. എനിക്കൊന്നും പറ്റല്ലേ. എന്താണ് ഇവിടെ ചെയ്യുന്നേ? കണ്ണു വെട്ടില്ലേ, അതിന് പരിഹാരം കാണുക. ഞാനെന്തിനെ കണ്ണു വെക്കുന്നേ? ഉരുണ്ട മൂങ്ങയുടെ കണ്ണും വെച്ച് ഞാൻ തിന്നുന്നത് നോക്കി നിൽക്കില്ലേ? എന്റെ കണ്ണ് മൂങ്ങയുടെ കണ്ണാണോടി? അതല്ലേ, എനിക്ക് കഴുകന്റെ കണ്ണായിരിക്കും. നീയാടി കഴുകൻ. നീയാണ് ഈ വീട്ടിലുള്ള ഭക്ഷണം മുഴുവൻ തിന്നു തീർക്കുന്ന കഴുകൻ. എന്ത്, നിങ്ങളുടെ സ്വത്തിന്നാണോ ഞാൻ തിന്നുന്നേ? എന്റെ വല്യമ്മയുടെ സ്വത്തിന്നാ ഞാൻ കഴിക്കുന്നേ. നിങ്ങള് പിന്നെ ഇവിടെ ഇരുന്ന് ഓസിയിലല്ലേ തിന്നോണ്ടിരിക്കുന്നേ? ഞാൻ എന്റെ ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നിന്നെ പോലെ ഭർത്താവ് ഉപേക്ഷിച്ചവളല്ല. ഉപേക്ഷിച്ച് പോയതിന്റെ കെട്ടിയനെ ജീവനോടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ കെട്ടിയനാ മേലോട്ട് പോയത്. എന്റെ ഭർത്താവ് അല്പായുസായിട്ട് മരിച്ചു. നിന്റെ ഭർത്താവ് നിന്റെ ശല്യം സഹിക്കാതെ എവിടേക്കോ ഓടിപ്പോയി. നിർത്തളേമേ, എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഇവളാ എന്നോട് വഴക്കിന് വരുന്നത്. നോക്ക്, നിങ്ങളെ എന്നെ കണ്ണുവെച്ചത്. അവര് മുതിർന്നവരല്ലേ, വിട്ടേക്ക് ദമയന്തി. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നുള്ള വിവരമുണ്ടോ അവൾക്ക്? നോക്ക്, ചെറിയ ആൾക്കാരെ കണ്ണു വെക്കരുന്നുള്ള വിവരമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ എതിർത്ത് സംസാരിച്ചോണ്ടാ നിന്റെ ഭർത്താവ് ഓടിപ്പോയത്. നിങ്ങളുടെ സംസാരം ശരിയല്ലാത്തതുകൊണ്ടാ നിങ്ങളുടെ ഭർത്താവ് നേരത്തെ പോയത്. അപ്പൊ എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നെന്നാണോ? പിന്നെ അല്ലാതെ. എന്റെ തലമുടി കയറി പിടിക്കാറായോ? നിങ്ങളെ ഞാൻ വിടില്ല. നോക്ക്, നിങ്ങളാണ് ചോര കുടിക്കുന്ന കുട്ടി. അയ്യോ, ഇളമേ. അയ്യോ, ദമയന്തി, വേണ്ട. ദമയന്തി, വേണ്ട. അയ്യോ, പറയുന്ന കേക്ക്. ദമയന്തി, വേണ്ട. ദമയന്തി, പറഞ്ഞ കേക്ക്. അയ്യോ, അയ്യോ, ദമയന്തി, നിർത്തത്. ഇളമേ. അയ്യോ, വേണ്ട. നിർത്ത്. എന്താ ഇത്? കേട്ടില്ലേ എടുത്തി? ഇവള് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാ എന്നെ. ഇല്ല വല്യമ്മേ, ഇവരാണ് എന്നെ വഴക്ക് പറഞ്ഞ് ചീത്ത വിളിച്ചത്. എന്തിനടി കള്ളം പറയുന്നേ? സത്യം എന്താന്ന് വസുവിനോട് ഭാവനോട് ചോദിച്ചു നോക്കിയേ. ആരും ആദ്യം തല്ലിയെന്ന്? ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രായത്തിൽ കുറഞ്ഞവരോട് വഴക്കുണ്ടാക്കുന്നോ? എടുത്ത് ചെല്ല്. കണ്ടില്ലേ കണ്ടില്ലേ, എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ എടുത്തി? അയ്യോ, ഒന്ന് പോയെടുത്തി. എപ്പോഴും എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഇത്? നീ എന്താ ഇങ്ങനെ ദമയന്തി? മുതിർന്നവര് പറഞ്ഞാല് അനുസരിക്കാൻ പാടില്ലേ? നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാ വല്യമ്മേ. പക്ഷെ കുഞ്ഞമ്മ പറയാൻ പാടില്ലാത്ത എല്ലാം പറഞ്ഞു. ഞാൻ അവരോട് പറയാം. നീ ഇനി വഴക്കുണ്ടാക്കരുത്. നിങ്ങളെന്താ കാഴ്ച കണ്ടോണ്ട് നിൽക്കാണോ? പോയി ജോലി നോക്ക്. വസുന്ധര, ചെല്ല്. വസുന്ധര, വസുന്ധര, വസുന്ധര. എന്താ ഏട്ടാ? താഴെ എന്താ ശബ്ദം വസുന്ധര? അതൊന്നുമില്ല ഏട്ടാ. അല്ല, എന്റെ ഫയൽ എവിടെ വെച്ച്? ഇപ്പൊ എടുത്തു തരാം. ഇതാ ഡ്രോയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ.
ഞാൻ ഈ മുറി മുഴുവൻ നോക്കി, പക്ഷെ അവിടെ മാത്രം നോക്കിയില്ല. അതെ ഏട്ടാ, ഏട്ടൻ ഒന്ന് വിചാരിച്ചില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വസുന്ധര? പാവം ദമയന്തിക്ക് നല്ല സാരിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൾ ഉടുത്തു നിൽക്കുന്ന സാരിയെല്ലാം പഴയതാണ്. അതുകൊണ്ട് കുറച്ച് പുതിയ നല്ല സാരികൾ വാങ്ങിക്കൊടുക്കണം. അവൾ അതൊന്നും ചോദിക്കില്ലല്ലോ, പാവം. അവള് വാ തുറക്കില്ലെന്ന് താൻ മാത്രമേ പറയൂ. ചേട്ടനായിരുന്നിട്ട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല, പാവം അവള്. ശരി, എന്റെ അനിയത്തിയുടെ നാത്തൂനെ തന്റെ അനിയത്തിക്ക് താൻ എന്ത് ചെയ്യുന്നതും എനിക്കിഷ്ടം. എത്ര സാരി വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അല്ല ഏട്ടാ, ദമയന്തിക്ക് ഏട്ടൻ വാങ്ങിക്കൊടുത്താ നല്ലതായിരിക്കില്ലേ? താൻ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. ദമയന്തി തന്നോട് കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറുമല്ലോ. ഞാൻ വാങ്ങിക്കൊടുത്താ അവള് ചിലപ്പോ എന്നെ തെറ്റായിട്ട് വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. അവൾക്ക് തന്നെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉണ്ടാവും. പിന്നെ വാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിക്കുകയില്ല. അവളോട് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാരി തന്നെ വാങ്ങിച്ചു കൊടുക്കുക. ആ, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഞാൻ പോയിട്ട് വരാം. ദമയന്തി എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാലും സാരമില്ല. അവള് നല്ല സാരി ഉടുത്തു നിൽക്കുന്നത് കണ്ടാൽ മാത്രം മതി. ശരി, വാ. ഇപ്പൊ ദമയന്തിക്ക് വസു സാരി വാങ്ങിച്ചു കൊടുത്താല് ദമയന്തി വസുവിന്റെ ഭാഗത്തേക്ക് നീങ്ങും. വസുവിനെ കയ്യിലെടുത്ത ഇനി അവളുടെ അഹങ്കാരം കൂടും. എന്നെ അവള് ശല്യം ചെയ്യും. കാർത്തിയോട് പറഞ്ഞ് ഇതെങ്ങനെങ്കിലും തടയണം. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് എത്ര നാളായി. ആദിത്യയുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ഭംഗിയായിട്ടാ ഒരുങ്ങിയിരുന്നേ. ഇപ്പൊ എന്റെ കോലം കണ്ടിട്ട് എന്നെ ദേഷ്യം വരുന്നു. ഇന്ന് എന്തായാലും ശരി, ഭംഗിയായിട്ട് ഒരുങ്ങണം. എവിടെ പോവാ? എന്താ റെഡിയാവുന്നേ? എവിടെ പോകുന്നില്ല ആന്റി. പിന്നെന്തിനാ മുഖത്തിന് പെയിന്റ് അടിക്കുന്നേ? വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ട് എന്റെ സൗന്ദര്യ കാര്യത്തിലൊന്നും ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല. നീ ഇവിടെ നിന്ന് നിന്റെ സൗന്ദര്യം മിനുക്കിക്കൊണ്ട് നിന്നോ. അവിടെ വസു ദമയന്തയെ സോപ്പിട്ടോണ്ട് നിൽക്കുക. ആന്റി എന്താ ഈ പറയുന്നേ? നീ ഡിവോഴ്സ് ചോദിച്ചില്ല, ജീവനാംശം ചോദിച്ചില്ല. അവര് തരാന്ന് പറഞ്ഞ പകുതി സ്വത്തോ ഇതുവരെ തന്നിട്ടില്ല. നീ ആണെങ്കിൽ 10-നും 20-നും വേണ്ടി അവരോട് ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലാ ഇപ്പൊ. തരുന്നത് തിന്നുന്നു. ഞാൻ വേറെ എന്ത് ചെയ്യാനാ? ആ വസുവിനെ കണ്ട് നീ ഒന്ന് പഠിക്ക്. അവള് പതുക്കെ ദമയന്തയെ അവളുടെ ഭാഗത്തേക്ക് വലിക്കുക. ആര്? വസു എടുത്തിയോ? അതേടി, അതെ. ആ ദമയന്തയ്ക്ക് ഉടുക്കാൻ സാരി ഇല്ലെന്ന് പറഞ്ഞ് പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കാൻ പോവാ അവള്. സാരിയല്ലേ, വാങ്ങി കൊടുക്കട്ടെ. സാരി മാത്രല്ല, ആഭരണവും വാങ്ങിച്ചു കൊടുക്കും. എന്താ ആഭരണോ? നാളെ വസു സ്വത്തിന്റെ ഒരു പങ്ക് ആ ദമയന്തിക്ക് എഴുതി കൊടുത്താലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. എന്നാലും വസുവേട്ടത്തി എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇവിടെയെല്ലാം വസുവിന്റെ ഇഷ്ടത്തിനാണല്ലോ നടക്കുന്നേ. വസുവേട്ടത്തി അങ്ങനെയൊക്കെ ചെയ്യോ? അവള് നിന്നെ പോലെ വിവരം കിട്ടോളൊന്നും അല്ല. ആരെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ അബിയെയും ഭാസ്കരനെയും അഖിലിനെയും ഭാവനെയും അമ്മാവനെയും അവള് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുക. നിന്റെ അമ്മായിയമ്മ മതിലിരിക്കുന്ന പൂച്ചയെ പോലെ കുറച്ചു നേരം ആ ഭാഗത്ത് കുറച്ചു നേരം ഈ ഭാഗത്ത് നിൽക്കുക. ഈ വീട്ടില് നീയും ഞാനും മാത്രമേ ഉള്ളൂ വസുവിന്റെ എതിരാളികളും. ഇപ്പൊ എതിരായിട്ട് നമുക്ക് ദമയന്തിയുണ്ട്. അവളെ ഒതുക്കാൻ വലിയ പ്രയാസം. അത് ഓർക്കുമ്പോ വിഷമം. അതുകൊണ്ടാ പുതിയ സാരി സ്വർണ്ണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ തന്റെ ഭാഗത്തേക്ക് വലിച്ചടുപ്പിക്കണോന്ന് വസു തീരുമാനിച്ചിരിക്കുന്നേ. അങ്ങനെ നടക്കാൻ പാടില്ല. ആ ദമയന്തി നമ്മുടെ സൈഡിലായിരിക്കണം. അവക്ക് സ്വർണവും സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എവിടെയാ പണം? നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ വസുവേട്ടത്തി ദമയന്തിക്ക് വാങ്ങിക്കൊടുക്കുന്നത് നമ്മൾ തടഞ്ഞാലോ? അത് നീ എങ്ങനെ ചെയ്യാൻ പോകുന്നേ? വസുവിനെ നീ എങ്ങനെ തടുക്കും? അതിന് എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ ചെയ്ത് ദമയന്തിയെ വസുവേട്ടത്തേക്ക് എതിരാക്കി മാറ്റാം.
നിന്റെ ബുദ്ധി അപാരം തന്നെ. ഞാനൊന്ന് പറഞ്ഞ ഉടനെ നിനക്ക് പെട്ടെന്ന് ഐഡിയ ഉദിച്ചല്ലോ. ആ ശരി ശരി വാ വാ പോ. ആരാ നിങ്ങള്? അഭിറാം സാർ സാരി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. എത്തിയായിരുന്നോ? ആ വരൂ വരൂ. ഇപ്പൊ പുതിയ സാരി എന്തിനാ വസു? നമുക്കല്ല ചേച്ചി, ദമയന്തിക്കാ. പാവം, അവളുടെ ഒരു നല്ല സാരി പോലും ഇല്ല. അതിന് നീ സാരി വാങ്ങിക്കൊടുത്താ അവള് വല്ലാതെ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ടാ ഞാനൊരു പ്ലാൻ ചെയ്തത്. വാ, ഞാൻ പറഞ്ഞുതരാം. നീ ശ്രദ്ധിച്ച അതിന്റെ ഇടയ്ക്ക് സാരിക്കാരനെ വിളിച്ചു വരുത്തി. ആഭരണവും കൊണ്ട് ആള് വന്നില്ലല്ലോ. ഇവൻ വന്നല്ലോ, അപ്പൊ അവനും വരും. അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ വസു? അത് ഞാനും ചേച്ചിയും കാർത്തികയും സാരി വാങ്ങാൻ പോവാ. അപ്പോ അമ്മയും സുമംഗല ഇളയമ്മയും ദമയന്തിയും സാരി വാങ്ങിയ നല്ലതായിരിക്കും. എനിക്ക് വേണ്ട വസു, നിങ്ങൾ വാങ്ങിച്ചോളൂ. ദമയന്തിയോട് സാരി വാങ്ങുന്ന കാര്യം അമ്മ ഒന്ന് പറയോ? ഭാവനെ, ദമയന്തി വിളിക്ക്. ശരി അമ്മേ. എന്താ വല്യമ്മ എന്നെ വിളിച്ചേ? ദമയന്തി, വീട്ടിലെല്ലാവർക്കും വസു സാരി വാങ്ങാൻ പോവാ. നിനക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോ. ഹായ്, അങ്ങനെയാണോ ചേച്ചി? ഞാനേ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ, മനസ്സിലാക്കി ചെയ്തല്ലോ. വാ വാ വാ, വേഗം പോയി നോക്കാം. അമ്മയും കൂടി വാ. നിങ്ങൾ പോയാ മതി. ശരി അമ്മേ. അയ്യോ, എത്ര സാരികളാ! നല്ലത് നോക്കി തന്നെ തിരഞ്ഞെടുക്കണം. നീ നല്ല ഐഡിയ ചെയ്തിരിക്കുന്നത് വസു. അന്നത്തെ ആഭരണ വിഷയത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയല്ലോ ചേച്ചി, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അന്ന് കാർത്തിക ചെയ്തതുപോലെ ഇന്ന് ദമയന്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയേനെ. അതെടുത്തേ. ഇതാണോ? അത് തന്നെ. എടുത്തോളൂ. നല്ല ഭംഗിയുള്ള സാരി തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളോട് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ ദമയന്തി? വസു എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യൂ. അതെ ചേച്ചി, ഞാൻ കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ. വാസു ചേച്ചിയെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സാരി ചേച്ചി. സാരമില്ല ദമയന്തി, നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എത്ര വേണമെങ്കിലും വാങ്ങിച്ചോ. ആ കണ്ടില്ലേ വസു എങ്ങനെയാ അവളോട് പെരുമാറുന്നേന്ന്. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നടക്ക്. വാ. ഇത് കൊള്ളാം, ഇതും കൊള്ളാം, ഇതും കൊള്ളാം. അതിങ്ങോട്ട് കാണിച്ചു. ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്തിനാണ് ഈ കിടന്ന് നിലവിളിക്കുന്നേ? നീ ഇതുവരെ നല്ല സാരികളൊന്നും കണ്ടിട്ടില്ലേ? ഓ, കെട്ടിയെടുത്താ കണ്ണു വയ്ക്കാനായിട്ട്. ഇനി ഈ സാരികൾ പോലും കരിഞ്ഞു പോവും. കണ്ണ് പെടുന്നത് പോലെ പ്രാകുന്നത് നീ ആണടി. വെറുതെ ഇരിക്കലേമ്മേ. ഇളമയ്ക്ക് ആവശ്യമുള്ള സാരി വാങ്ങിച്ചോ. കാർത്തിക, നീയും വാങ്ങിച്ചോ. എല്ലാം അവള് തന്നെ അങ്ങ് വാങ്ങിച്ചോട്ടെ, ഞങ്ങൾക്കൊക്കെ എന്തിനാ? നോക്ക്, ഇത്രയും നാള് നിങ്ങൾ ഓസി അടിച്ചില്ലേ, എനിക്ക് ഈ സാരി മാത്രമേ മിച്ചം കിട്ടിയുള്ളൂ. അവരോട് എന്തിനാ വഴക്കിടുന്നത് ദമയന്തി? നീ നല്ല സാരി നോക്കി എടുക്ക. ശരി, എടുത്തോ, എല്ലാം എടുത്തോ, മുഴുവൻ എടുത്തോ. അതിന് നിങ്ങൾക്കെന്താ ഇത്ര വയറുവേദന? എന്റെ ചേച്ചി എനിക്ക് സാരി വാങ്ങിച്ചു തരുന്നു, അതിന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ അസൂയ? അസൂയ എനിക്കല്ലടി, നിനക്കാ. ഏട്ടത്തി, വീണ്ടും തുടങ്ങിയോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ദമയന്തിയോട് വഴക്ക് വേണ്ടെന്ന്. വല്യമ്മ പറഞ്ഞത് ശരിയാ, പക്ഷെ അത് ഈ ചെവിയിലോട്ട് കേറണ്ടേ. വാസു ചേച്ചി എനിക്ക് സാരി വാങ്ങിച്ചു തരുന്നത് കണ്ടേ അസൂയ കൊണ്ട് മരിക്കുക. നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് തലവേദനയായി. ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ.
വസു നിനക്ക് ഈ സാരി നന്നായി ചേരും. അത് മതിയോ നിനക്ക്? ഇനിയും വേണേ വാങ്ങിച്ചോ. ഇനി കൂടുതൽ വേണ്ട, വേണമെങ്കിലേ നിങ്ങൾ വാങ്ങിച്ചോ. ഈ 7 സാരി എന്റേതാ. ചേച്ചി ചേച്ചി 2 സാരിയല്ലേ എടുത്തത്? എനിക്കൊന്ന് ആന്റിക്കൊന്ന് ഏട്ടത്തി. എന്റെ സാരി 1, മൊത്തം 12 സാരി. ബില്ല് എഴുതിക്കോ, ഞാൻ പോയി പണം എടുത്തിട്ട് വരാം. ശരി മാഡം. ഹലോ, ആരാ? ഹലോ. അയ്യോ, സിഗ്നൽ കിട്ടുന്നില്ലല്ലോ ഇവിടെ. അതെ, ഇതൊന്ന് പിടിച്ചോ. ഇങ്ങ് തന്നോളൂ, ഞാൻ വെച്ചിരിക്കാം. കൊടുത്തോളേ. ഹലോ ഹലോ. അയ്യോ, അടുപ്പില് പരിപ്പ് വെച്ചിരിക്കേ. ഹലോ 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 ഹലോ, ആരാ? ഹലോ, ഞാൻ ശങ്കരനെ വിളിക്കുന്നേ. എന്തിനാ ശങ്കരെ ഫോൺ ചെയ്യുന്നേ? കടം വാങ്ങിയിട്ട് നിങ്ങൾ നാട് വിട്ടങ്ങ് പോയല്ലോ. ആ എടോ, ഞാൻ തന്റെ കടം വാങ്ങിച്ചോ? എന്റെ കെട്ടിയോനല്ലേ വാങ്ങിച്ചത്. വേണമെങ്കിൽ താൻ അയാളോട് പോയി ചോദിക്കേ. സാറേ. പറയൂ മാഡം. ആ സാരിയൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചെടുത്തോണ്ട് പോ. എന്താ അങ്ങനെ? ഈ സാരി മുഴുവൻ അവര് മേടിച്ചതല്ലേ? അവളുടെ ഭർത്താവ് ഫോണിൽ വിളിക്കുക. ഇനി ഷോപ്പിങ്ങിന് പോവോ എന്തോ. അവര് ഷോപ്പിൽ പോയി വാങ്ങിച്ചോളൂ, നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ. ശരി മാഡം. എത്ര രൂപയായി? 10,000 മാഡം. ഭാവനിച്ചി എവിടെ? കിച്ചണിൽ പോയിരിക്കുക. കുഞ്ഞമ്മേ, എന്റെ സാരി എവിടെ? സാരിയെല്ലാം അയാൾ എടുത്തോണ്ട് പോയി ചേച്ചി. അതൊക്കെ ഞാൻ വാങ്ങിച്ചതല്ലേ. അതിന് വസുവേട്ടത്തി പണം കൊടുക്കണ്ടേ? എന്തെന്ന്? പണം കൊടുത്തില്ലേ? അതൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ആർത്തി കാണിച്ചാ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ എടുത്തതുപോലെ 1 2 എടുക്കണം. ഒരേ സമയം 7 എടുത്താലോ? ഒന്ന് വെറുതെ ഇരിക്കുക ആന്റി. ദാ നോക്ക്, പാസു ചേച്ചിയല്ലേ എത്ര സാരി വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞത്. അവൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ മൊത്തത്തിലങ്ങ് വാങ്ങുകയാണോ? നിങ്ങൾ മിണ്ടാതിരിക്കുക ആന്റി. വസുവേട്ടത്തെ കുറിച്ച് ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാ. അവര് അമ്മയുള്ളപ്പോ ഒന്ന് പറയും, അമ്മയില്ലാത്തപ്പോ മറ്റൊന്ന് പറയും. ആ കാര്യം അറിയാതെ നീ അവളെ അങ്ങ് വിശ്വസിക്കുന്നു. വസുവിനെ പറ്റി ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാ ഒരേ ഒരു സാരി വാങ്ങി ഞങ്ങൾ മിണ്ടാതെ നിന്നത്. ഇത് ഞങ്ങൾക്ക് ശീലമായി പോയി ചേച്ചി. നിങ്ങൾ പുതിയതായിട്ട് വന്നതുകൊണ്ടാ. നിന്റെ ആശ നിരാശയായി പോയി. നിരാശ ദുഃഖത്തിന് കാരണമാവുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വാസു ചേച്ചി എന്നോട് ഇത്രയും വലിയൊരു നാടകമാണോ കളിച്ചത്?
വിഷമിക്കണ്ട ചേച്ചി. വേണമെങ്കിൽ ഇതാ ഈ സാരി എടുത്തോളൂ. ചേച്ചിക്ക് പുതിയതായിട്ട് സാരികളൊന്നും ഇല്ലല്ലോ, ഇത് വാങ്ങിക്കോളൂ. എനിക്ക് ചേച്ചിയെക്കാളും വലുതല്ല ഇത്.